ഹലോ ഗായ്സ്, മഴയൊക്കെ കുറഞ്ഞപ്പോൾ നമ്മൾ കടൽ കാണാൻ പോവാണ്. കടൽ കാണാൻ പോകുന്ന വീഡിയോ നമ്മൾ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്നൊക്കെ കണ്ടൊരു കടലല്ല ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഈ കടൽ കണ്ടാൽ തന്നെ നമുക്ക് പേടിയാവും. നമ്മൾ കടപ്പുറത്ത് എത്തിയ സമയത്ത് കുറച്ച് ആളുകൾ അവിടെ നിന്ന് വല വീശുന്നുണ്ട്. ഈ വല വീശി മീൻ പിടിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള പണിയല്ല എന്ന് വളരെ കുറച്ച് നാളുകളായിട്ട് എനിക്ക് മനസ്സിലായി. ഇവർ ഈ വല ഇങ്ങനെ വീശി വട്ടത്തിലൊക്കെ എറിയുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷെ അത് എന്നെപ്പോലെ ഒരാളെ കൊണ്ട് നടക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഇത് നമ്മൾ വിചാരിക്കും പോലെ അല്ലടോ, നല്ല ഭാരമുണ്ട്, എടുത്ത് പൊക്കാൻ തന്നെ പറ്റുന്നില്ല, പിന്നെയല്ലേ കറക്കി എറിയുക. പിന്നെ ഇതിങ്ങനെ ചെയ്ത് പഠിക്കും. പക്ഷേ അതെടുത്ത് പൊക്കാനുള്ള കെൽപ്പ് എനിക്കില്ലാത്തതുകൊണ്ട് ഞാനത് പഠിക്കാൻ നിന്നില്ല. ഇവരിങ്ങനെ വല വെറുതെ വീശിയെറിയല്ല, ഇവരിങ്ങനെ നോക്കി നിന്ന് മീനെ കണ്ടിട്ടാണ് ഇവരിങ്ങനെ വല വീശിയെറിയുന്നത്. ഈ ചേട്ടൻ പക്ഷേ അതെ ചെമ്മീനുകളാണ് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാഴ്ച കാണാൻ എന്നെ പോലെ തന്നെ ഇവിടെ വേറെ ആളുകൾ വന്ന് നിൽക്കുന്നുണ്ട്. കാര്യം മീൻ കിട്ടുന്നവർക്കാണെങ്കിലും അത് കണ്ടു നിൽക്കുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. വല വീശിക്കഴിഞ്ഞാൽ അത് പൊക്കിയെടുക്കുന്നവരെ അവിടെ നിൽക്കുന്ന എല്ലാവർക്കും ഒരു ആകാംക്ഷയാണ്, കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതെന്ത് മീനാന്നൊക്കെ അറിയണം. ഈ ചേട്ടൻ ഇപ്പോൾ പിടിച്ചേക്കുന്ന മീനിൻ്റെ പേരാണ് തിരുത. ഈ ചേട്ടൻ ഇതിന് മുന്നേ ഒരു മീനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊരു ചെറിയ വലയിലാക്കി വെള്ളത്തിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അതിൻ്റെ ജീവൻ പോവാതിരിക്കാനായിരിക്കാം അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. പറഞ്ഞു നിൽക്കാല്ലതാ കടലിൽ നിന്ന് തോട്ടിലോട്ട് വെള്ളം കയറിക്കൊണ്ടിരിക്കുക. കടൽ ഭയങ്കര സീനായി. ഇപ്പം കാര്യം മഴയൊന്നും പെയ്യുന്നില്ല, പക്ഷെ കടൽ നന്നായിട്ട് കയറുന്നുണ്ട്. ഇവിടെ ഒന്നും ഇങ്ങനെ ആയിരുന്നില്ല, കാണാൻ നല്ല രസമായിരുന്നു. പക്ഷെ ഇപ്പം ഇത് കണ്ടാൽ പേടിയാവുന്നുണ്ട്. ഇതൊരു പുഴയുടെ അറ്റം എന്തോ ആണ്. കടലിൽ നിന്ന് കയറുന്ന വെള്ളം ഇതിൽ കൂടെയാണ് ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. കടലിൽ നിന്ന് വരുന്ന വെള്ളം ഈ തോട്ടിൽ കൂടെ ഒഴുകി പോകുമ്പോൾ ആ ഒഴുക്കിനെതിരെ നീന്തുന്ന മീനുകളുണ്ട്. അതിനെ പിടിക്കാനാണ് അവിടെ വലയായിട്ട് ചേട്ടന്മാർ നിൽക്കുന്നത്. എനിക്കിവിടുത്തെ ആളുകളെ ഓർത്ത് നല്ല സങ്കടമുണ്ട്. കാഴ്ചക്കാരായിട്ട് നിൽക്കുന്ന നമുക്കെല്ലാവർക്കും അവരുടെ വിഷമം പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇത്തവണത്തെ മഴ തുടങ്ങിയപ്പോൾ തന്നെ അവർക്കൊക്കെ അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു. പല ആളുകളും അവരുടെ ബന്ധുക്കളുടെ വീട്ടിലോട്ടൊക്കെ മാറി താമസിച്ചു തുടങ്ങി. നമ്മുടെയൊക്കെ വീടിൻ്റെ സ്റ്റെപ്പ് വരെ വെള്ളം വന്നാൽ തന്നെ നമുക്ക് എല്ലാവർക്കും പേടിയാവും. ഇവിടെയുള്ള ആളുകളുടെ വീട്ടിലിപ്പോൾ മുട്ടിന് പൊക്കത്തിൽ വെള്ളമുണ്ട്. പണ്ടൊക്കെ എനിക്ക് ഇവിടെ വന്നിരിക്കുമ്പോൾ സന്തോഷവും സമാധാനവും കിട്ടുന്ന പോലെ തോന്നും. ഇപ്പോൾ പക്ഷെ എൻ്റെ ഉള്ള സന്തോഷവും സമാധാനവും പോവുകയാണ് ഈ കാഴ്ചയൊക്കെ കാണുമ്പോൾ. ഇങ്ങനെ പോയാൽ വീണ്ടും ഒരു വെള്ളപ്പൊക്കം ഉണ്ടാവുമോ എന്നുള്ള ആശങ്കയാണ്. കടലിൽ നിന്ന് തിര ശക്തമായിട്ട് അടിച്ചതോടുകൂടി സീവാളൊക്കെ തകർന്നു വീണു. സീവാളിന് ശേഷം അവിടെ ഒരു വാട ഉണ്ടായിരുന്നു. വാട എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വലിയ ചാക്കിൽ നിറയെ മണലൊക്കെ നിറച്ച് അതിങ്ങനെ അടുക്കി വെച്ചേക്കുന്നതാണ്. വെള്ളം കയറാതിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. പക്ഷേ ഇപ്പോൾ അവിടെ അതൊന്നുമില്ല, അതെല്ലാം ഒലിച്ചു പോയി. അതുകൊണ്ട് തന്നെ കടൽ വന്നടിക്കുന്നത് അവിടുത്തെ ആളുകളുടെ വീടിൻ്റെ ഭിത്തിയിലാണ്. അവിടെ കാണുന്ന ചില വീടുകളിലെങ്കിലും ഇപ്പോഴും ആളുകളുണ്ട്. നമ്മുടെ വൈപ്പിലെ ഏറെ ആൾക്കാരുടെ തൊഴിലെന്ന് പറയുന്നത് മത്സ്യബന്ധനമാണ്. പതുക്കെ വല വീശുന്ന ആളുകളുടെ എണ്ണം കൂടുന്നുണ്ട്. ഇവർ ഈ തണുപ്പത്ത് വെള്ളത്തിലിറങ്ങി അനങ്ങാതെ ഇങ്ങനെ നിൽക്കും. പിന്നെ മീനെ കണ്ട അപ്പം തന്നെ വല വീശും. ആ ചേട്ടന് ഇപ്പോൾ ഒരു മീനെ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ പോയാൽ ഈ കാണുന്ന കടലും പുഴയും കൂടി ഒന്നാവുമെന്ന് എനിക്ക് തോന്നിക്കൊണ്ടിരിക്കുകയായിരുന്നു. മഴയൊക്കെ മാറി വീണ്ടും ഇവിടെയൊക്കെ പഴയതുപോലെ ആവാനാ ഇപ്പം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ പഴയതുപോലെ ആയാലും ഇവിടെയുള്ള ആളുകൾക്ക് അവരുടെ വീടിൻ്റെ ഉള്ളിൽ താമസിക്കാൻ പറ്റുമോ എന്നുള്ളതും ഒരു സംശയമാണ്. ഈ തിരമാല വന്ന് ഊത്തുന്നതൊക്കെ അവരുടെ വീടിൻ്റെ ഭിത്തിയിലായതുകൊണ്ട് തന്നെ അതൊക്കെ ഇപ്പോൾ പൊട്ടിപ്പോയിട്ടുണ്ടാവും. അല്ലെങ്കിൽ അതിൻ്റെ ഉറപ്പിനെയൊക്കെ ബാധിച്ചിട്ടുണ്ടാവാം. ന്യൂസിലൊക്കെ നമ്മൾ ഈ വാർത്തകൾ കാണുന്നുണ്ടെങ്കിലും ഇതിൻ്റെ തീവ്രത ശരിക്കും ഇവിടെ വന്നാലേ മനസ്സിലാവുള്ളൂ. വല വീശുന്നവർക്ക് വീണ്ടും മീൻ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത്തവണ ഈ ചേട്ടൻ 2 മീനെ കിട്ടി. ഒഴുക്കിനെതിരെ നീന്താൻ നോക്കുന്ന ഒരു ചെറിയ നായക്കുട്ടിയാണിത്. പാവം, അത് ഒഴുക്കിൽ പെട്ടു. ആദ്യം ഞാൻ അത് ഒഴുകി പോകണ്ടപ്പോൾ പേടിച്ച് ഒച്ചപ്പാടുണ്ടാക്കി. പിന്നെയാണ് ഓർത്തെ നായ്ക്ക് നീന്താൻ അറിയാം. ഇതൊരു ചെറിയ നായക്കുട്ടിയാണ്, അതുകൊണ്ട് തന്നെ അത് നീന്തി കയറുമെന്ന് എനിക്കൊരു സംശയം ഉണ്ടായി. പക്ഷെ അത് നീന്തി കയറി. പക്ഷെ അത് പേടിച്ചിട്ട് അവിടെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുമായിരുന്നു. ഇടയ്ക്ക് കുറച്ചു നേരം കടലൊന്ന് ശാന്തമായെന്ന് പറയാൻ പറ്റില്ല, എന്നാലും തിരമാലയുടെ ശക്തിയൊക്കെ കുറച്ചൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടോ, വീടിൻ്റെ ഉള്ളിൽ കൂടെയാണ് ആ വെള്ളം ഒഴുകി പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെയുള്ള ആളുകൾ പലരും സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് പോവുകയാണെന്ന് തോന്നുന്നു. ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്, എങ്ങും പോകാനിടയില്ലാത്ത ചില ആളുകളുണ്ടാവില്ലേ, അവരൊക്കെ എന്ത് ചെയ്യുന്നായിരുന്നു. നമ്മൾ വന്നപ്പോൾ ഇവിടെ 4-5 ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇവിടെ നിറയെ വീശലുകാരായി. ഒട്ടുമിക്കവർക്കും മീനെ കിട്ടുന്നുമുണ്ട്. ഇതിലും എനിക്ക് അത്ഭുതം, ആ വല വീശി
കിട്ടുന്ന മീൻ ഏതാന്ന് ഈ കരയ്ക്ക് നിൽക്കുന്ന ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ എനിക്കതൊന്നും കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഇത്തവണ ഈ ചേട്ടൻ വല കയറ്റി കൊണ്ടുവന്നപ്പോൾ തന്നെ അടുത്ത് നിൽക്കുന്നവരൊക്കെ പറയുന്നുണ്ടായിരുന്നു അതിനകത്ത് കാരയുണ്ട്. കാര എന്താ കാരാന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ല. പിന്നെ കുടഞ്ഞിട്ടപ്പോഴാണ് മനസ്സിലായ ചെമ്മീൻ. വലിയ ചെമ്മീനാണ് കാരച്ചെമ്മീൻ എന്ന് പറയുന്നത്. പാവം ആ ചേട്ടൻ കുറേ നേരം വീശിയിട്ട് കിട്ടിയ ചെമ്മീനുകളാണത്. ഇതിപ്പോൾ ഇവിടുത്തെ മാത്രം കാഴ്ചയാണ്. നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എന്തോരം ആളുകളുണ്ടാവും.